ഐക്യു എന്ന ബ്രാൻഡിന്റെ ഐക്യു Z9 ടെർബോ എൻഡ്യൂറൻസ് എഡിഷൻ എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐക്യു Z9 ടെർബോ എൻഡ്യൂറൻസ് എഡിഷൻ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഐക്യു Z9 ടെർബോ എൻഡ്യൂറൻസ് എഡിഷനിൽ 6.78 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ആയിരിക്കും ഇതിൽ വരിക. പഞ്ചോൾ വരിക ടോപ്പ് സെന്റർ ഭാഗത്തായിട്ട് ആയിരിക്കും. പിന്നെ വളരെ കൂടിയ 3840 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 4500 നിറ്റ്സ് ആയിരിക്കും. അപ്പം വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഇതിൽ വരും. ഫോണിന്റെ വെയിറ്റ് വരിക ഏകദേശം 196 ഗ്രാം ആയിരിക്കും. ഈ ഒരു ഫോണിന്റെ ബ്ലൂ കളർ വേരിയന്റും വൈറ്റ് കളർ വേരിയന്റും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് കളർ വേരിയന്റും ഒക്കെ ലോഞ്ച് ചെയ്തേക്കാം. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസറൊക്കെ തന്നെയാണ്. ഇപ്പം വില 25,000 രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസർ എന്ന് പറയാവുന്നതാണ്. 30,000 രൂപയ്ക്ക് താഴെയും അത്യാവശ്യം നല്ലൊരു പ്രോസസറൊക്കെ തന്നെയാണ് ഇത്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 16 GB റാം വരെയും 512 GB ഇന്റേണൽ വരെയും വരുന്നതായിരിക്കും. LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരും. Android 15 ബേസിലുള്ള ഒറിജിനൽ OS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇത് സോണി LYT600 സെൻസർ ആയിരിക്കും. വോയിസിന്റെ സപ്പോർട്ട് വരും. പിന്നെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. തരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യത്തിൽ 6400 mAh ബാറ്ററി വരുന്നതായിരിക്കും. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരും. 80 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും വരുന്നതായിരിക്കും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരും. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ January 3 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യില്ല. ആ ഒരു ദിവസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. ഇനി ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വേറെ ഇതിൻ്റെയൊക്കെ പേരിലായിട്ടായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. എന്തായാലും കൺഫർമേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇന്ത്യയിലെ ലോഞ്ചിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 25,000 to 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചൈനീസ് മാർക്കറ്റിൽ 25,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക. ചിലപ്പം ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. ഇന്ത്യൻ മാർക്കറ്റിൽ വില കുറച്ചും കൂടി കൂടുന്നതായിരിക്കും. കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഐക്യൂടെ Z9 ടെർബോ എൻഡ്യൂറൻസ് എഡിഷൻ എന്നുള്ള പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.